നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കളരിപ്പയറ്റുകളുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വടകര. മുരളീധരന് വലിയ താരപരിവേഷമാണ് വടകരയിലുള്ളത്. എവിടെയാണെങ്കിലും പ്രവേശനത്തിൽ ഒരു പഞ്ച് ഉണ്ടാക്കുന്ന നേതാവാണ് മുരളീധരൻ എന്നതും താരപരിവേഷം ഉയർത്തുന്നു. ആരുണ്ടെങ്കിലും താൻ തന്നെ വേണമല്ലോ എന്ന മനോഭാവവും എവിടെ സ്ഥാനാർത്ഥിയായാലും മുരളീധരനുണ്ട്. അതിപ്പോൾ നേമത്തായാലും വട്ടിയൂർക്കാവിലായാലും വടകരയിലായാലും ഒരു മാലൈക്കോട്ടെ വാലിബൻ തന്നെയാണ് മുരളീധരൻ. പ്രത്യേക ശസ്ത്രങ്ങൾ നോക്കാതെ എനിക്ക് ഇവിടെ ധാരാളം പണിയുണ്ട് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന ലൈനാണ് ടീച്ചറമ്മ എന്ന് ആളുകൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശൈലജ ടീച്ചർക്ക്. CPM-നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്, ആലത്തൂർ എന്നീ മണ്ഡലങ്ങൾ പോലെ ഏറ്റവും ആദ്യം പിടിച്ചെടുക്കേണ്ട സീറ്റാണ് വടകര. ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ അത് വ്യക്തമാണ്. വടകരയുടെ ചരിത്രം പരിശോധിച്ചാൽ 3 പതിറ്റാണ്ട് LDF ഭരിച്ച ഒരു മണ്ഡലമാണ്. KP ഉണ്ണികൃഷ്ണൻ, O ഭരതൻ, AK പ്രേമജം അങ്ങനെ വന്നു. ഏറ്റവും ഒടുവിൽ 2009 മുല്ലപ്പള്ളിയാണ് അവിടെ ജയിക്കുന്നത്. കഴിഞ്ഞ തവണ P ജയരാജൻ മത്സരിച്ചു. അതിനു മുമ്പ് ഷംസീർ മത്സരിച്ചു. എന്തൊക്കെയായാലും പാർട്ടി ഇതിനെ കാണുന്നത് ഒരു പൊതു സ്വീകാര്യകനായ സ്ഥാനാർത്ഥി എന്ന പ്രൊഫൈലിൽ ശൈലജ ടീച്ചറിനെ മത്സരരംഗത്ത് നിലനിർത്താനാണ്. അതേസമയം TP വധക്കേസ് പാർട്ടിയുടെ ഇമേജ് തെരഞ്ഞെടുപ്പിൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മുരളീധരനാണ് ഈ വിഷയം വളരെ താല്പര്യത്തോടെ കാണുന്നത്. ഇതൊക്കെയാണെങ്കിലും പൊതു സ്വീകാര്യത എന്നത് എല്ലാത്തിനെയും മറികടക്കാൻ ഒരു ആയുധമാണെന്നതോർക്കണം. അതേസമയം കഴിഞ്ഞ 2 തവണ മത്സരിച്ച് ജയിച്ച ജില്ലാ പ്രസിഡന്റായ VK സജീവിനെ കാര്യമായി നേട്ടമൊന്നും ഉണ്ടാക്കാൻ മണ്ഡലത്തിലായിട്ടില്ല. 2019 4000 വോട്ടുകളുടെ വർധനവാണ് BJPക്ക് ഉണ്ടായത്. തലയെടുപ്പുള്ള 2 സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുമ്പോൾ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ആളെ കണ്ടെത്തി മത്സരരംഗത്ത് നില ഉറപ്പിക്കാനാകും BJP ഈ മണ്ഡലത്തിൽ ശ്രമിക്കുക. ചുരുക്കത്തിൽ വടകര മുരളീധരനോ അതോ ടീച്ചറമ്മയ്ക്കോ എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ പ്രസക്തമാകുന്നത്.